ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ മോർണിംഗ് ഇപ്പോൾ എത്ര മണി ആയിട്ടുണ്ടെന്ന് അറിയില്ല. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നോക്കിയപ്പോൾ പുട്ടായിരുന്നു. പുട്ടും പിന്നെ മറ്റേ കടലക്കറിയാണ്. കടലക്കറി മീൻസ് ഗ്രീൻ ബീൻസ് കറിയാണ്. അപ്പോൾ അത് കഴിക്കാം. കമോൺ. ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുട്ടീൻ്റെ ഒപ്പം ഗ്രീൻ പീസ് കറി കുട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കുക. അപ്പോൾ അപ്പുറത്ത് അമ്മയുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് വർത്തമാനം പറയണം എന്നിട്ട് കാണുന്നത്. ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് അമ്മ ഉണ്ടാവും, ബാക്കിയുള്ള ദിവസങ്ങളൊന്നും അമ്മ ഉണ്ടാവില്ല. എന്നാൽ ഒറ്റയ്ക്ക് കഴിക്കും, ഒറ്റയ്ക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുക. ചായ കുടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചേച്ചിനെ ഒന്ന് വിളിച്ചു നോക്കാം. ചേച്ചി കൂടി ഇല്ല, ചേച്ചി എൻ്റെ വീട്ടിലാണ്. അപ്പം ഞാൻ ചേച്ചിനെ ഒന്ന് വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഫസ്റ്റ് ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ല ഇതെന്താ സംഭവം. അപ്പോൾ ചിരിക്കുന്നുണ്ട് ആൾ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഹായ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഹായൊക്കെ തന്ന് എന്തൊക്കെയോ ഞങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് കൈയൊക്കെ ഇതിൻ്റെ ഇവിടെ ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കാം. അപ്പോൾ ചേച്ചി പറയാം ചേച്ചിക്ക് കൊണ്ട് വേദന കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ സംസാരിച്ചു, ബായ് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞിട്ട് ബായ് പറഞ്ഞു വെച്ചു ആളുടെ അടുത്ത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയ്ക്കൊക്കെ പോയി നോക്കി, വെറുതെ ഒന്ന് പോയി നോക്കുമ്പോൾ അവിടെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് കുടിക്കാനായിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റി കുട്ടികളത്തിലേക്കൊക്കെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ ചോറ് വയ്ക്കണം. അപ്പം അതിന് അരി കഴുകാനുള്ള പരിപാടിയാണ് നോക്കണത്. അപ്പം അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ളതും രാത്രിക്കുള്ളതും ഒരുമിച്ചാണ് വയ്ക്കുക ചോറ്. അപ്പോൾ സെപ്പറേറ്റ് പിന്നെ രാത്രിക്കുള്ളത് വെക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഒരുമിച്ച് വയ്ക്കുക രണ്ടും കൂടിയിട്ട്. എന്നിട്ട് ഉച്ച തിരിഞ്ഞിട്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ തിളപ്പിച്ച് വയ്ക്കും. അപ്പോൾ ഇത് കേടാവണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം അരി കഴുകും കേട്ടോ. അല്ലെങ്കിൽ എന്നാലും അതിലത്തെ അഴുക്കും കാര്യങ്ങളൊക്കെ പോകുള്ളൂ എന്ന് വെച്ചിട്ട് 2-3 പ്രാവശ്യം കഴുകി കുക്കറിലിട്ടിട്ട് ഞങ്ങൾ കുക്കറിലാണ് വയ്ക്കുക. ചോറൊക്കെ അടുപ്പത്തൊന്നും വയ്ക്കാറൊന്നുമില്ല, കുറച്ച് പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുക്കറിൽ വയ്ക്കും. കുക്കറിൽ ഒരു 3 വിസിലൊക്കെ മതി, കുറേ ഒന്നും വേണ്ട. ഒരു 3 വിസിൽ കുക്കറിൽ ഇട്ടിട്ട് ചോറ് വയ്ക്കും. അപ്പം ഇനി നെക്സ്റ്റ് ഗ്യാസിന്മേൽ ചോറൊക്കെ വെച്ചു. അപ്പോൾ അത് റെഡി ആവട്ടെ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കുറച്ച് പാത്രങ്ങൾ സിങ്കിൽ കിടക്കുന്നുണ്ടായിരുന്നു കഴുകാനായിട്ട്. അപ്പോൾ പിന്നെ അന്ന് അത് കഴുകി വയ്ക്കാം. അപ്പോൾ അത് കഴുകി വെച്ച് കഴിഞ്ഞാൽ പകുതി ഇതാവുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ആ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചു. ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കുന്നതിലാണ്. അപ്പോൾ ഇന്ന് കാലത്ത് ഇരിക്കണ ഗ്രീൻ ബീൻസ് കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നൊരു ചുട്ടരച്ച ചമ്മന്തി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ എനിക്ക് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പോൾ ഇന്ന് സൺഡേ ആണ്. എന്നാലും പിന്നെ സൺഡേ ആയാലും ചിക്കനും അങ്ങനെ ഒന്നും ചിലപ്പോൾ മേടിക്കും, ചിലപ്പോൾ മേടിക്കില്ല. ഇപ്പോൾ എനിക്ക് ഇഷ്ടമെങ്കിൽ മാത്രമേ മേടിക്കുള്ളൂ, അല്ലെങ്കിൽ അപ്പോൾ അമ്മ മേടിക്കാറൊന്നും പോവില്ല. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മേടിക്കേണ്ടത്, എനിക്ക് താല്പര്യമില്ല, ചിക്കനും കാര്യങ്ങളൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സൺഡേ കേട്ടോ, ചിലപ്പോൾ അടുത്ത സൺഡേ ചിലപ്പോൾ മാറും. അപ്പം ചിക്കനൊന്നും മേടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കപ്പോൾ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടാക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസ് നോക്കാം. ഓക്കെ, നമുക്ക് ചുട്ടരച്ച ചമ്മന്തിയിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് വറ്റൽമുളക് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. പിന്നെ പുളി, കറുത്ത പുളിയാണ് കേട്ടോ. പിന്നെ വെളുത്തുള്ളി, പിന്നെ 2 തണ്ട് വേപ്പിൻ്റെ ഇല. നമ്മളിപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് വറ്റൽമുളക് ഇടുക. ആദ്യം നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകും. പച്ചമുളക് ഇട്ടിട്ട് കുറച്ചൊന്ന് നേരം 2 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ് ഇടുന്നത്, കുറച്ചിട്ടാൽ മതി, കുറേ ഒന്നും വേണ്ട. നെക്സ്റ്റ് നമ്മൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളി എടുക്കുക. ഒപ്പം തന്നെ കറിവേപ്പില ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള വറ്റൽമുളക് എടുത്തിട്ട് നമ്മൾ ആദ്യം അരയ്ക്കണം. അത് ആദ്യം അരച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പുളി നമ്മൾ ചൂടാക്കി വെച്ചത് ഒന്ന് ചൂടാറിക്കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരയ്ക്കാം. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടാം. കുറച്ച് ഉപ്പിട്ടിട്ട്
നന്നായിട്ട് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്യുക. അപ്പോൾ ചുട്ടരച്ച ചമ്മന്തി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറിയൊക്കെ വെച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഹോളിലേക്കൊക്കെ വന്ന് ടി വി ഒക്കെ ഓണാക്കി വെച്ച് നോക്കുമ്പോൾ സൂര്യയിലെ മറ്റേ ആ നിറക്കര എന്തോന്ന് സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചയ്ക്ക് ഗ്രീൻ ബീൻസ് കറി, പിന്നെ നമ്മളുണ്ടാക്കിയ ചുട്ടരച്ച ചമ്മന്തി, പിന്നെ മോര് കാച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ അമ്മ അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ ടി വി ഒക്കെ കണ്ട് സോഫയിലൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കാം. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി കേട്ടോ. ഒരു 5:30 വരെയൊക്കെ ഒന്ന് കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് മെല്ലെ എണീറ്റ്. അപ്പം അമ്മ അപ്പോഴേക്കും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഉണ്ടാക്കി അത് കുടിക്കുക. അപ്പോൾ ചായക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡായിരുന്നു. ബ്രെഡ് ന്യൂട്ടെല്ല തേച്ചിട്ടാണ് കഴിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ലൈറ്റായിട്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടുള്ള ഇത്. അപ്പം ഞാൻ അമ്മേരുടെ അടുത്ത് അപ്പുറത്ത് വർത്താനം പറഞ്ഞിട്ടാണ് കഴിക്കണത്. ടി വി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടി വിയിലത്തെ എന്തൊക്കെയോ ചോദിച്ചിട്ടാണ് ഞാൻ കഴിക്കണത്. അപ്പോൾ ചായ കൂടി അത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി, വെറുതെ നടക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ക്ലൈമറ്റ് നല്ല കാലമൊക്കെ വന്നിട്ട് മിക്കതും മഴ പെയ്യാൻ ചാൻസ് കൂടുതലാണ്. മഴക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനിയിപ്പോൾ രാത്രി ഫുഡ് കഴിക്കുക അങ്ങനത്തെ പരിപാടി തന്നെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തെ ബെൽ ബട്ടണും കൂടി അമർത്തണം, എന്നാലാണ് പുതിയ വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.